പാക് ഒക്കുപൈഡ് കാശ്മീരിൽ കുറച്ച് നാളായിട്ട് സംഭവ വികാസങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഇപ്പോൾ അവിടെ ജൻസി കലാപവും തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സാർ വിലയിരുത്തുക? ശരിയാണ്. സാധാരണഗതിയിൽ അവിടെ പൗരന്മാർ തന്നെയാണ് പ്രക്ഷോഭമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ പലതവണ ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള മാധ്യമം നമ്മളായിരിക്കും. കാരണം അവിടെ ഹമാസിൻ്റെ നേതാക്കൾ മറ്റേ കശ്മീർ വിജയദിനമൊക്കെ കൊണ്ടാടുമ്പോൾ വന്നതുമൊക്കെ നമ്മളാണ് ആദ്യം ചർച്ച ചെയ്തത്. സാധാരണഗതിയിൽ അവിടെ പ്രക്ഷോഭം നടക്കുന്നതിൻ്റെ കാരണം പാക് അധിനിവേശ കശ്മീരിനെ ചൂഷണം ചെയ്ത് മറ്റ് പ്രവിശ്യകൾക്ക്, പഞ്ചാബ് പോലുള്ള പ്രവിശ്യകൾക്ക് മറ്റ് സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ വൈദ്യുതി ഉൽപാദനം നടക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ സൗജന്യ നിരക്കുകളൊന്നും ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ അതെ പ്രക്ഷോഭങ്ങൾ നടക്കാറുള്ളത്. ഇപ്പോൾ അവിടെ വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് കോഴ്സ് മുതലുള്ള വിദ്യാർത്ഥികൾ അവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണം അവിടെ നടന്നതിനെതിരെ ആണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫീസ് വളരെ ഗംഭീരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമാധാനപരമായിട്ടാണ് പ്രക്ഷോഭം തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ പോലീസ് വെടിവയ്പ്പോടുകൂടി ഇത് അക്രമത്തിലേക്കും കൊള്ളയിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. ഫീസ് വർധന, അതിനെ തുടർന്നുള്ള മൂല്യനിർണ്ണയം. അപ്പോൾ മൂല്യനിർണ്ണയം കാരണം പല ആളുകൾക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ട് വല്ലാതെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ജൻസി പ്രക്ഷോഭം നടക്കുന്നത്. പ്രധാനമായിട്ടും ഫീസ് വർധനയ്ക്കെതിരെ. ഈ മാസം ആദ്യം ആണ് ഈ സംഭവങ്ങൾ പുറപ്പെട്ടത്. നവംബർ, അധികമായില്ലല്ലോ. അപ്പോൾ ഒരു അജ്ഞാതൻ, മറ്റേ പാകിസ്ഥാനിൽ പതിവുള്ള അജ്ഞാതനല്ല, ഇത് ആരാണെന്ന് അറിയില്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ചു. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം അയച്ച ആരെങ്കിലും ആയിരിക്കും. അതെ, വെടിവെച്ചു. അത് മുസാഫറാബാദിലാണ് നടന്നത്. അപ്പോൾ പോലീസുകാർ ഇത് കണ്ടു നിന്നു. അപ്പോൾ ഇതോടുകൂടി വിദ്യാർത്ഥികൾ കുറേയും കൂടി മുറുക്കി അവരുടെ പ്രക്ഷോഭം. മുസാഫറാബാദിലെ പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് ഈ കലാപത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇവര് ടയറുകൾ കത്തിച്ചു, പിന്നെ കൊള്ള നടത്തി അക്രമങ്ങൾ നടത്തുന്നു. പിന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ, ഷെറീഫിനെതിരെ ഒക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. നേപ്പാളിലെ പോലെ, ബംഗ്ലാദേശിലെ പോലെ വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മുസാഫറാബാദിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഈ കശ്മീർ യൂണിവേഴ്സിറ്റി. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി കലാശാല രാഷ്ട്രീയം ഇവിടെ നിരോധിച്ചു പാകിസ്ഥാൻ സർക്കാർ. 2024 ജനുവരിയിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. 3-4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ ഫീസായിട്ടിപ്പോൾ ഈടാക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന്. സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ സൗജന്യമല്ലേ വിദ്യാഭ്യാസം ഇല്ലേ, കോളേജിലൊക്കെ. ഇത് സെമസ്റ്റർ ഫീസ് 3 മാസം കൂടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ പിടുങ്ങുന്നു. അപ്പോൾ ഈ പ്രക്ഷോഭത്തിലിപ്പോൾ അധ്യാപകേതര ജീവനക്കാരുണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, അവരുമൊക്കെ ചേർന്നിട്ടുണ്ട്. അവർ ശമ്പള വർധന ചോദിച്ചിട്ടാണ് ഈ സമരത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് സർക്കാർ. ഡിജിറ്റൽ അസസ്മെൻറ്റ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെട്രിക്കുലേഷൻ ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡിജിറ്റൽ അസസ്മെൻറ്റ് പുതിയ അക്കാദമിക വർഷത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 30 അത് തുടങ്ങി. ഇൻ്റർമീഡിയറ്റ് 1ാം വർഷ ഫലം വന്നു ഒക്ടോബർ 30 6 മാസത്തെ ഡിലേ അതിൽ വന്നു.
6 മാസം കഴിഞ്ഞിട്ടാണ് ബലം വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ മാർക്സ് ആയതുകൊണ്ട് മാർക്കൊക്കെ എല്ലാവർക്കും കുറഞ്ഞുപോയി. അത് ചിലർ എഴുതാത്ത പരീക്ഷയ്ക്കുമൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ കുഴപ്പമായി. സോഫ്റ്റ്വെയർ തകരാറുമൊക്കെ ആയിരിക്കാം. മിർപൂർ എഡ്യൂക്കേഷൻ ബോർഡ്, വിദ്യാഭ്യാസ ബോർഡ് ഇത് അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റീചെക്കിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ കുറഞ്ഞ മാർക്ക് വരുമ്പോൾ എല്ലാവരും ഇത് വീണ്ടും പുനർമൂല്യനിർണ്ണയം എന്ന് നമ്മളിവിടെ പറയില്ലേ, അതവിടെ റീചെക്കിംഗ് എന്നാണ് പറയുന്നത്. മാർക്ക് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആ റീചെക്കിംഗ് ഫീസ് ഒരു വിഷയത്തിന് 1500 രൂപയാണ്. 1500 രൂപ. പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. 7 വിഷയം ഒരു കുട്ടി, എല്ലാത്തിനും ലോ മാർക്സ് ആണല്ലോ. അപ്പോൾ 7 വിഷയവും പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ 10500 രൂപ കൊടുക്കണം. അതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ കാരണം. അതായത് പരിഷ്കാരം, ഒന്ന് ഫീസ് കൂട്ടി, പിന്നെ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് ഈ മാർക്കിംഗ് ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും കുറഞ്ഞ മാർക്കായി. എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിക്കുന്നു. ഇത് മുഴുവൻ ശരിയാക്കണം. പിന്നെ ഈ റീചെക്ക് ചെയ്യണം, മാർക്ക് ശരിയാണോ, അതിന് ഇത്രയും ഫീസ് കൊടുക്കണം. 7 വിഷയമാകുമ്പോൾ 10500 രൂപ. ഇത് ആരായാലും തെരുവിൽ ഇറങ്ങിപ്പോവില്ലേ? അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് എന്നിട്ട് പടർന്നിട്ട് POKയിൽ നിന്ന് ലഹോറിലും ഇപ്പോൾ ധർണയൊക്കെ നടക്കുന്നുണ്ട്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഈ ജൻസി പ്രക്ഷോഭത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. 1 മാസം മുമ്പ് ഇതുപോലെ പ്രക്ഷോഭം നടന്നപ്പോൾ 12 പേര് കൊല്ലപ്പെട്ടിരുന്നു പോലീസ് വെടിവെപ്പിൽ. അന്ന് പ്രക്ഷോഭം 30 ഇന അവകാശ രേഖ വെച്ചിട്ടൊരു പ്രക്ഷോഭമാണ് അന്ന് നടന്നത്. നികുതി ഇളവ്, ധാന്യ വൈദ്യുതി സബ്സിഡി, വികസന പദ്ധതികളുടെ പൂർത്തീകരണം ഒക്കെ ചോദിച്ചിട്ടാണ് അന്ന് പ്രക്ഷോഭം നടന്നത്. അത് കഴിഞ്ഞ് POK സ്തംഭിച്ചു. അത് കഴിഞ്ഞ് സർക്കാർ കുറേ ഇളവുകളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കരാറൊപ്പിട്ടു പ്രക്ഷോഭകരുമായിട്ട്. അങ്ങനെ POKയിലെ പ്രക്ഷോഭം നിലച്ചിരിക്കുകയായിരുന്നു ചെറിയ തോതിൽ. പക്ഷെ ഈ വെടിനിർത്തലും മറ്റേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നിൽക്കുന്ന പോലെ ആയിപ്പോയി. എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അഫ്ഗാനിസ്ഥാനും മറ്റേവരും ഇപ്പോൾ ഇസ്താംബൂളിൽ പിന്നെ ചർച്ച നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ POKയിലും ജൻസി പ്രക്ഷോഭം നടക്കുന്നു. അപ്പോൾ POK എപ്പോഴും ഈ പൊട്ടലിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ POKയിലെ ജനങ്ങൾ തന്നെ ഭയങ്കര അസംതൃപ്തരാണല്ലോ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരെ. മാത്രമല്ല ഇപ്പുറത്ത് കാശ്മീരിൽ വലിയ വികസനമൊക്കെ നടത്തുന്നത് നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവർ പ്രക്ഷോഭവുമായിട്ട് അല്ലെ ആ കലാപവുമായിട്ട് രംഗത്തിറങ്ങുന്നു. അവിടേക്ക് ജൻസി കലാപം കൂടി പടരുക എന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോലും പോകാൻ, കാരണം ഒരുപക്ഷെ ആർമിക്കോ പോലീസിനോ അങ്ങോട്ട് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അത് POK എന്ന് പറയുമ്പോൾ നേരത്തെ പ്രക്ഷോഭം നടക്കുമ്പോൾ POK മാത്രം എന്നൊക്കെ വിചാരിക്കാമായിരുന്നു. ഇപ്പൊ ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, സിന്ധ് പ്രവിശ്യയില്, സിന്ധിലെയും നമ്മൾ ചർച്ച ചെയ്തില്ലേ? അതെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വോട്ട് ചൊറി പത്രസമ്മേളനം നടത്തുന്നതിന്റെ അവസാനം രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞ, ഇനി നിങ്ങൾ ജൻസി പ്രക്ഷോഭം ഇവിടെ നടക്കണം. അപ്പോൾ അജണ്ടയൊക്കെ അത്യാവശ്യം കൃത്യമാണല്ലോ. ആ ആഹ്വാനം കേട്ടു. പക്ഷെ POKയിലെ ജനമാണ് കേട്ടത്, POKയിലെ വിദ്യാർത്ഥികളാണ് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.